മനുഷ്യ മനസ്സിനെ ധീരമാക്കുന്നൊരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. നമുക്ക് നമ്മുടെ ഗ്രന്ഥങ്ങൾ നമ്മളിൽ നിന്നും അകന്നുപോയത് കൊണ്ടായിരിക്കാം മനസ്സിനെ ധീരമാക്കുന്നതിന് പകരം നാം എല്ലാം ഒരു ദുർബല മനസ്സുകളുടെ ഉടമകളായിപ്പോയത്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിനോ നമ്മുടെ ഭൗതികമായ ഒരു കാഴ്ചപ്പാടുകൾക്കോ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്കോ മനസ്സിനെ ധീരമാക്കാൻ സാധ്യമല്ല. അവിടെയാണ് ആത്മീയതയുടെ പ്രസക്തി. അതുകൊണ്ടാണ് എത്രയൊക്കെ ആത്മീയതയെ എതിർക്കാൻ നോക്കിയാലും ഇതിനെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ലാത്തത്. ഒരു രാഷ്ട്രീയ ശക്തിക്കും ഒരു രാജ്യശക്തിക്കും ഇതിന് സാധ്യമല്ല. എത്രയോ നിയന്ത്രണങ്ങൾ ഇതര രാജ്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നോക്കി, ഭാരതീയ സംസ്കാരത്തെ ഒന്ന് തടയിടാൻ സാധിക്കുന്നില്ല. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു കാലഘട്ടത്തിൽ ധ്യാനം എന്ന് പറഞ്ഞാൽ പേടിയായിരുന്നു. ധ്യാനത്തിലേക്ക് പോവുക പറഞ്ഞാൽ ഇന്ത്യൻ സംസ്കാരത്തിലേക്ക് പോകുന്നത്. ഇന്നിപ്പോൾ മാസ് ആളുകളാണ് ധ്യാനത്തിലേക്ക് പോകുന്നത്. ഇതുപോലെ തന്നെ ഇസ്ലാമിക രാജ്യത്തിൽ അവർ ഭാരതീയ സംസ്കാരത്തെ തടഞ്ഞു നിർത്താൻ വളരെ ശ്രമിക്കുന്നവരാണ്. പക്ഷെ അവരും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇസ്ലാമിക രാജ്യത്തിൽ നിന്ന് എത്രയോ ആളുകൾ ഇന്ന് യോഗയിലേക്കും ധ്യാനത്തിലേക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഭാരതീയ സംസ്കാരം അതൊരു ദൈവ സംസ്കാരമല്ല, അത് ആത്മീയമാണ്. ആത്മീയം എന്നുള്ളതിന് അർത്ഥം തന്നെ മനസ്സിനെ ദൈവമാക്കി മാറ്റുന്ന, മനസ്സിനെ ഈശ്വരനാക്കുന്ന കലയാണ്. അതുകൊണ്ടാണ് തത്വമസി അഹം ബ്രഹ്മാസ്മി. അതാണ് നമ്മുടെ ഋഷിമാർക്ക് പറയാനുള്ളത്. എന്നാൽ ലോകത്തിലുള്ള മതങ്ങളൊക്കെ ലോക ജീവിതം താളം തെറ്റിച്ച് തന്നെ ഒരു ദൈവ സൃഷ്ടിയിലാണ്. അവരെല്ലാം ഒരു ദൈവത്തെ സൃഷ്ടിച്ചു. ദൈവവും മനുഷ്യനും തമ്മിൽ വേർപിരിച്ചു. ഭാഗവതത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഇത് വളരെ വ്യക്തമായി ഉദ്ധവർക്ക് ഉപദേശിച്ചു കൊടുക്കും. ഇത് വളരെ ഗംഭീരമായൊരു ഭാഗമാണ്. ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ 10-ാം അധ്യായത്തിൽ 32 തുടങ്ങിയിട്ടുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയും, യാവത്സ്യാൽ ഗുണവൈഷമ്യം താവത് നാനാത്വമാവന ആത്മന യാവത് നാനാത്വമാത്മന താവത് ഈശ്വരതോ ഭയം എന്നാണ്. ഒരു കാര്യം ഇതാണ്, അതായത് എത്ര കാലം നിങ്ങളുടെ മനസ്സിൽ ഗുണവൈഷമ്യം, ഇതാണ് കൃഷ്ണൻ വാക്കുപയോഗിച്ചത്. ഗുണവൈഷമ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് യഥാർത്ഥമായതിനെ മനസ്സിലാക്കാതെ ഇരിക്കുന്നുണ്ടോ? യഥാർത്ഥമായത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നാം ഇന്ന് നമ്മളെ കാണുന്നത് യഥാർത്ഥമായിട്ടല്ല എന്ന് നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല. അപ്പം നിങ്ങളെ കാണുന്നത്, നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നത് യഥാർത്ഥമായിട്ടല്ല എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് ഉൾക്കൊള്ളില്ല. കാരണം നിങ്ങൾ ചോദിക്കുക, എന്നെ ഇനി എന്താ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാനുള്ളത്? ഞാൻ ഒരു സ്ഥലത്ത് ജനിച്ചു, ജീവിക്കുന്നു, ഒരു ദിവസം മരിക്കുന്നു. ഇതല്ലേ എന്നെക്കുറിച്ച് എനിക്കുള്ള അറിവ്. ഇത് സത്യമല്ലേ, ഞാൻ കാണുന്നു. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? ആരാണ് ഈ ചിന്തിക്കുന്നതൊക്കെ? ഞാൻ എന്ന് ചിന്തിക്കുന്നത് നിങ്ങളുടെ ദേഹമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ശരീരം ഒരിക്കലും ചിന്തിക്കില്ല. നിങ്ങളുടെ ശരീരത്തിന് ചിന്തിക്കാൻ സാധിക്കുമായിരുന്നു എങ്കിൽ മരിച്ചു കഴിഞ്ഞാലും എന്തേ ആ ശരീരം ചിന്തിക്കാത്തത്? മരിച്ചു കഴിഞ്ഞ ശരീരം ഇന്നേ വരെ ചിന്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല, ഉണ്ടോ? അപ്പോൾ ശരീരത്തിൽ നിന്ന് ചിന്തിക്കുന്ന ഒരു ഘടകം, ശരീരമല്ലാത്തൊരു ഘടകം ശരീരത്തിൽ ഉള്ളത് കൊണ്ടല്ലേ അത് ചിന്തിക്കുന്നത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ട് ചിന്തിക്കുന്നത് ബോധമുള്ളൊരു മനസ്സാണ്. ആ ചിന്തിക്കുന്ന കാര്യങ്ങളെ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ്, പറയൂ, ശരീരം. അതുകൊണ്ട് ഭാരത ഋഷീശ്വരന്മാർ നമ്മളെ അടിസ്ഥാനപരമായി ഉറപ്പിക്കുന്ന കാര്യം, ഇത് നിങ്ങൾ വിട്ടുപോകരുത്. ഇത് ബേസിക് കാര്യമാണ്, ഇതൊരു ഫൗണ്ടേഷനാണ്. ഈ സ്ട്രക്ചർ വിട്ടുപോയാൽ പിന്നെ നിങ്ങൾ ഭാഗവതം കേട്ടിട്ട് കാര്യമില്ല. എന്താണത്? ദേഹം ദേഹി, ദേഹം ദേഹി. മനസ്സിലാക്കൂ, ഈ വാക്ക് നിങ്ങളുടെ ഉള്ളിൽ ഉറയ്ക്കണം. ദേഹം ദേഹി, അതായത് നിരീക്ഷകൻ, നിരീക്ഷിക്കപ്പെടുന്നത്. നമ്മളെന്ന് പറയുന്നത് രണ്ട് ശക്തികൾ ചേർന്നതാണ്. ഒരു നിരീക്ഷകനും ഒരു നിരീക്ഷിക്കപ്പെടുന്ന ശരീരവും. നോക്കൂ, ഞാൻ വളരെ ശ്രദ്ധിക്കും ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളെ കാണുമ്പോൾ
ഞാൻ നിങ്ങളെ കാണുന്ന സമയത്ത് ഞാനൊരു നിരീക്ഷകനാണ്, നിങ്ങളൊരു പറയൂ നിരീക്ഷിക്കപ്പെടുന്നത്. ഇതിന് സംസ്കൃതത്തിലുള്ള വാക്ക് ശങ്കരാചാര്യസ്വാമികൾ ഉപയോഗിച്ചത് എന്താ പറയുക, ദൃഗ്ദൃശ്യം. ദൃക് എന്ന് പറഞ്ഞാൽ നിരീക്ഷകൻ, ദൃശ്യം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്നത്, കാണുന്നത്. ഇങ്ങനെ ഞാൻ നിങ്ങളെ കാണുന്ന പോലെ ഞാൻ എന്നെയും കാണുന്നുണ്ട്, പക്ഷേ ഞാൻ എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നെ ഞാൻ എൻ്റെ ശരീരത്തെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിൽ ഉറപ്പിക്കാൻ സാധിക്കണം, നോക്കുന്ന മനസ്സും നോക്കപ്പെടുന്ന ശരീരവും പറയൂ രണ്ടും രണ്ടാണ്. ഇത് മറ്റു മതങ്ങളൊന്നും പഠിപ്പിക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ എന്തിനു പഠിക്കണം സ്വാമി? അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക നമ്മളെന്ന് പറയുന്നത് രണ്ട് എനർജികളുടെ കോമ്പിനേഷനാണ്, രണ്ട് എനർജികൾ ചേർന്നവരാണ്. ഒന്ന് പ്രകൃതി ശക്തി, അതിനെ ഇംഗ്ലീഷിൽ കോസ്മിക് എനർജി എന്നും, രണ്ടാമത്തത് ബോധശക്തി, അതിന് ഇംഗ്ലീഷിൽ കോൺഷ്യസ് എനർജി എന്നും പറയും. അപ്പം നമ്മളെന്ന് പറയുന്നത് ഒരു കോസ്മിക് എനർജിയും പറയൂ കോൺഷ്യസ് എനർജിയും കൂടിച്ചേർന്നവരാണ്. അപ്പം ഇത് രണ്ടും ഒന്നാണോ? പറയൂ രണ്ടാണ്. ഇങ്ങനെ രണ്ടായി നമ്മൾ മനസ്സിലാക്കി, നമ്മളെ വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി ഒരു പടിയും കൂടെ നമ്മൾ കടക്കണം. അതെന്താണ്? ഈ കോസ്മിക് എനർജിയുടെ ഭാഗമായ ശരീരം അത് പ്രകടമായി രൂപാന്തരപ്പെട്ട് വന്നതാണ്. അത് ഏതൊന്നിൽ നിന്ന് വന്നു? അതെങ്ങനെ കണ്ടെത്താൻ സാധിക്കും? ഏതൊന്നിനാലൊക്കെ അത് നിലനിൽക്കുന്നുവോ, ഏതൊക്കെ ശക്തികളാൽ അത് നിലനിൽക്കുന്നുവോ അതിൽ നിന്ന് രൂപാന്തരപ്പെട്ട് വന്നതാണ്. അപ്പം നമുക്ക് ശ്വസിക്കാൻ വായു വേണം, കുടിക്കാൻ ജലം വേണം, കഴിക്കാൻ ആഹാരം വേണം. ഇങ്ങനെ ഈ ശക്തികളിൽ നിന്നൊക്കെ രൂപാന്തരപ്പെട്ട് വന്നതാണ് ഈ ശരീരമെങ്കിൽ, ഈ ശരീരം കോസ്മിക് എനർജി എന്ന് പറയുന്നത് പഞ്ചഭൂതാത്മകം. ഇത് പഞ്ചഭൂതമാണ്. ഇത് പഞ്ചഭൂതത്തിൽ നിന്ന് രൂപാന്തരപ്പെട്ടതാണ്. ഇത് പഞ്ചഭൂതത്താൽ നിൽക്കുന്നതാണ്. ഇത് തിരിച്ച് പഞ്ചഭൂതത്തിലേക്ക് തന്നെ ലയിച്ചു പോകുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് കാര്യങ്ങൾ കാണാം. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു അനന്തമായ പ്രപഞ്ചശക്തിയുടെ ഭാഗമാണ്. അപ്പോൾ കോസ്മിക് എനർജി തന്നെ രണ്ട് ഭാഗമായി നിൽക്കുന്നു. ഒന്നത് ഇൻഫൈനൈറ്റായിട്ട് നിൽക്കുന്നു, രണ്ടത് ഫൈനൈറ്റായിട്ട് നിൽക്കുന്നു. ഒന്നത് പൂർണ്ണമായി നിൽക്കുന്നു, രണ്ടത് പറയൂ അംശമായി നിൽക്കുന്നു. ഇതിനെയാണ് ഇന്നത്തെ സയൻസ് ഇ എന്നും MC² എന്നൊക്കെ പഠിപ്പിക്കുന്നത്. എനർജി എന്നതുകൊണ്ട് പൂർണ്ണമെന്നും അതിൻ്റെ ഭാഗമാണ് മാസ് എന്നും ഇന്ന് കുട്ടികൾ അങ്ങനെ പഠിക്കുന്നു. എന്നാൽ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ ഫിസിക്സൊക്കെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർ കേവലം പ്രപഞ്ചശക്തിയെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഏതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല? ഏതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല? കോസ്മിക് എനർജിയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. കോൺഷ്യസ് എനർജിയെക്കുറിച്ച് അവർക്കൊന്നും ആൽബർട്ട് ഐൻസ്റ്റീനൊന്നും കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ വിദ്യാഭ്യാസം പൂർണ്ണമല്ല. നോക്കൂ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കൂ. ദൃശ്യം എത്ര സത്യമാണോ ഈ ദൃശ്യത്തിന് സത്യം കൊടുക്കുന്നത് തന്നെ ദൃക്ക്. അത് കാണാൻ ഒരു മനസ്സ് ഉള്ളത് കൊണ്ടാണ്, ബോധമുള്ള മനസ്സുള്ളത് കൊണ്ടാണ്. നമുക്കാർക്കും ഈ ഭൂമിയിൽ ആർക്കും ബോധ മനസ്സില്ലെങ്കിൽ ഈ ദൃശ്യത്തിന് വല്ല സത്യവുമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? നിരീക്ഷണത്തിന് സത്യത്വം ഉണ്ടാവണമെങ്കിൽ ആരുണ്ടാവണം? വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണേ. നിരീക്ഷണത്തിന് സത്യത്വം ഉണ്ടാവണമെങ്കിൽ ആരുണ്ടാവണം? പറയൂ, നിരീക്ഷകനുണ്ടാവണം. നമ്മുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക വിഡ്ഢിത്തം എന്ന് പറയാലോ നമ്മുടെ സയൻസിന്, നമ്മുടെ എഡ്യൂക്കേഷനെ പറ്റിയത്. നിരീക്ഷണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, ആരെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല? നിരീക്ഷകനെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ഇതൊരു സർക്കിൾ വരച്ചത് പോലെയാണ്. 360 ഡിഗ്രിയിലൊരു സർക്കിൾ വരച്ചാൽ അതിൻ്റെ 180 ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ ഒരു ഭാഗം എത്ര റിലവൻ്റ് ആണോ അതിൻ്റെ മറുഭാഗം റിലവൻ്റ് ആണ്. ഇന്നത്തെ എഡ്യൂക്കേഷൻ ഒരു 180 പഠിപ്പിക്കുന്നുണ്ട്, നിരീക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ആരെ പഠിപ്പിക്കുന്നില്ല? ഈ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് പൂർണ്ണമാവുക? അതുകൊണ്ടാണ് ഞാൻ അതിന് അബ്സേർഡ് എന്ന് പറഞ്ഞത്. വിഡ്ഢിത്തമാണ്. പക്ഷേ നമുക്ക് നിവൃത്തിയില്ല. ഈ പൊട്ടത്തരങ്ങളൊക്കെ പഠിപ്പിച്ചാലല്ലേ ലോകത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ അതൊന്നും
നിങ്ങളുടെ കുട്ടികൾ എഴുതി വെച്ചില്ല വെച്ചാൽ നിങ്ങൾ അതിന് ചീത്ത പറയേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരു കുട്ടി എഴുതി വെച്ചു, പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഇതാണ്: അലക്സാണ്ടർ ചക്രവർത്തി ഏത് യുദ്ധത്തിൽ മരിച്ചു? കുട്ടി എഴുതി വെച്ചു അയാളുടെ അവസാന യുദ്ധത്തിൽ നിന്ന്. എന്തായാലും ചത്തു എന്ന് ഉറപ്പാണ്, അത് അവസാനമാവാനേ വഴിയുള്ളൂ. അപ്പോൾ പിന്നെ അത് എഴുതി വെച്ചാൽ പോരാ, അരമാർക്ക് എന്തായാലും കിട്ടുന്നുള്ളത് ഉറപ്പാണ്. ഈ തരത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസം. നോക്കൂ നിങ്ങൾ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇവിടെ നിരീക്ഷകനായ മനസ്സ്, ഇതിനെക്കുറിച്ച് ബോധമനസ്സിനെക്കുറിച്ച് ശാസ്ത്രലോകം മനസ്സിലാക്കാതെ പോയി. എന്നാൽ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ഭൗതികതയെയും മനസ്സിലാക്കി, മനസ്സിനെയും മനസ്സിലാക്കി. അപ്പോൾ അവരുടെ ചോദ്യം ഇതാണ്: ശരീരം എന്നത് പൂർണ്ണമായൊരു പഞ്ചഭൂത ശക്തിയുടെ ഭാഗമാണെങ്കിൽ എങ്കിൽ ഈ മനസ്സ് ഏതിൻ്റെ ഭാഗമാണ്? അപ്പോൾ അതിൻ്റെ പിന്നിലേക്ക് കടന്നുപോയ, ധ്യാനത്തിലൂടെ കടന്നുപോയവർക്ക് മനസ്സിലായി മനസ്സും അനന്തമായ ബോധത്തിൻ്റെ ഭാഗമാണ്. അപ്പം മനസ്സിൻ്റെ കൂടെ തന്നെ അനന്തമായ, പറയൂ, ബോധശക്തി ഉണ്ട്. ഇതിനെയാണ് അവർ ആത്മാ എന്ന് വിളിച്ചത്, പരമാത്മാ എന്ന പേര് വിളിച്ചത്. അതുകൊണ്ട് നിങ്ങളുണ്ടല്ലോ, ഈ വാക്കുകളുടെ ഒക്കെ അർത്ഥം ആത്മാ, പരമാത്മാ, ബ്രഹ്മം, ഭഗവാൻ, ഈ വാക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്, പറയൂ, സൂചിപ്പിക്കുന്നത് ഒരേ സത്യത്തെയാണ്. ഭാഗവതത്തിൽ അത് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ശ്ലോകമുണ്ട്. നിങ്ങളടുത്ത് ഭാഗവത പുസ്തകമുണ്ടെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിൽ പ്രഥമ സ്കന്ധത്തിൽ 2-ാം അധ്യായത്തിൽ 11-ാം ശ്ലോകത്തിൽ പറയും: ജീവസ്തു തത്വജിജ്ഞാസ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. കറക്റ്റ് ആണോ ശ്ലോകം? ഭാഗവതത്തിൽ പ്രഥമ സ്കന്ധത്തിൽ 2-ാം അധ്യായത്തിൽ 10-ആണോ 11-ആണോ? 2-ാം അധ്യായത്തിൽ 11-ാം ശ്ലോകം. അപ്പോൾ അവിടെ പറയും ബ്രഹ്മേതി, എന്താണ് ശ്ലോകം? ബ്രഹ്മേതി പരമാത്മാ ഇതി ഭഗവാൻ ഇതി ശബ്ദത്തെ. പരമാത്മാവെന്നും ബ്രഹ്മമെന്നും ഭഗവാൻ എന്നൊക്കെ വിളിക്കുന്നത്, പറയൂ. അപ്പോൾ ഒരേ തത്വത്തെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും, ശ്രദ്ധിക്കണേ പറയുന്നത്, ഈശ്വരൻ എന്നതൊരിക്കലും ദൃശ്യമല്ല. ഈശ്വരൻ ഒരിക്കലും നിരീക്ഷിക്കപ്പെടാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല. ഈശ്വരൻ എന്ന് പറയുമ്പോൾ നിരീക്ഷിക്കുന്ന മനസ്സിൻ്റെ പൂർണ്ണതയാണ്. അപ്പം നിരീക്ഷിക്കുന്ന മനസ്സിൻ്റെ പൂർണ്ണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീക്ഷിക്കുന്ന മനസ്സ് തന്നെ നിൽക്കുന്നത് പൂർണ്ണമായ ഭഗവാനിലാണ്. അതുകൊണ്ട് ഈശ്വരനെക്കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ് നമ്മൾ ആദ്യം മാറ്റണം. ചില ശ്ലോകങ്ങൾ നിങ്ങൾ നല്ലവണ്ണം അടിച്ചുറപ്പിച്ച് മനസ്സിലാക്കണം. ഗീതയിൽ 10-ാം അധ്യായത്തിൽ 20-ാം ശ്ലോകം. ചിലതൊക്കെ നിങ്ങളുടെ മനസ്സിൽ നല്ലവണ്ണം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ജന്മം മറക്കില്ല. അത് കൃഷ്ണൻ പറയും: അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മദ്യം ച ഭൂതാനാമന്തമേവ ച. അഹം ആത്മാ, ഞാൻ ഒരിക്കലും ഒരു ദൃശ്യമല്ല, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരാളല്ല. നിങ്ങൾ എന്നെ മുന്നിൽ കാണരുത്. മുന്നിൽ കാണുന്ന രൂപങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഏത് രൂപത്തിൽ കാണണം? കാണാൻ സാധിക്കുന്നതൊക്കെ ഗുരുവിൻ്റെ രൂപത്തിൽ കാണണം. അപ്പം ഈശ്വരൻ എന്ന് പറയുമ്പോൾ ആത്മാ, ആത്മാ എന്ന് അർത്ഥം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, മനസ്സ് ജീവാത്മാവും ആ ജീവാത്മാവിൻ്റെ പൂർണ്ണതയാണ് പരമാത്മാവായിരിക്കുന്ന ആര്? ഭഗവാൻ. അപ്പോൾ നിങ്ങളൊരിക്കലും ഭഗവാനിൽ നിന്നും, പറയൂ, വേറെയല്ല. നിങ്ങൾക്ക് ഭഗവാനെ വേറെയായി കാണാൻ സാധ്യമല്ല. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞു, അഹം ആദി, ആദ്യം ഞാനാണ്. ഇവിടെ ആദ്യം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം ഈ വാക്കുകളൊക്കെ, പൂർണ്ണമായത് എപ്പോഴും ആദ്യമാവും. അതിൻ്റെ അംശമായി വരുന്നത് പിന്നീട് വരുന്നതാണ്. അതായത് എനർജി ആദ്യവും മാസ് പിന്നീടുമാണ്. ആണോ? ഒരു കടൽ ആദ്യവും തിരമാല പിന്നീടുമാണ്. കാസ് ആൻഡ് ഇഫക്റ്റ് എന്ന് പറയും.
മണ്ണ് ആദ്യവും ഒരു കുടം പിന്നീടും, പഞ്ചഭൂതം ആദ്യവും അതിനുശേഷം ശരീരവും. അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ മനസ്സ് ആദ്യമായിരിക്കുമോ പരമാത്മാവ് ആദ്യമായിരിക്കുമോ? പരമാത്മാവ് ആദ്യമാണ്. ആദ്യം മദ്യം. ഇപ്പോൾ മനസ്സ് ഇരിക്കുമ്പോഴും പരമാത്മാവിലാണ് ഇരിക്കുന്നത്. ഇനി മനസ്സ് ലയിച്ചു പോയാലും അത് ലയിച്ചു ചേരുന്നതും പരമാത്മാവിലാണ്. ഇത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഒരു തിരമാല വരുന്നതിന് മുമ്പ് കടലുണ്ട്, തിരമാല കയറി നിൽക്കുമ്പോഴും കടലുണ്ട്, തിരമാല ലയിച്ചു പോകുന്നതും ഇതിലേക്കാണ്, കടലിലേക്കാണ്. ശരിയല്ലേ ഇത്? ഇതുപോലെ എപ്പോഴും എവിടെയും പരമാത്മാവ് കൂടെയുണ്ട്. അപ്പം ഈ ഒരു പരമസത്യം നമ്മൾ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഈശ്വരൻ ഒരിക്കലും നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിലാവില്ല. വീണ്ടും 1-2 ശ്ലോകം കൂടി നോക്കാം. ഭഗവാൻ ഗീതയിൽ 13-ാം അധ്യായത്തിൽ 1-2 ശ്ലോകങ്ങളിൽ പറയും, ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ്യോ വെത്തിതം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദ ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രക്ഷേത്രജ്ഞയോർജ്ഞാനം എത്തൽ ജ്ഞാനം മദം മമ. ഇതം ശരീരം ക്ഷേത്രം. നമ്മുടെ ഓരോരുത്തരെയും ശരീരത്തെ എന്തായി അറിയപ്പെടണം? ക്ഷേത്രം എന്നുള്ളത്. നോക്കൂ, ഈ വാക്കുകളൊക്കെ കുട്ടിക്കാലത്തെ കുട്ടികളെ പഠിപ്പിച്ചാൽ എത്ര അന്ധവിശ്വാസങ്ങൾ ഇല്ലാതെയാക്കാം. ഒരു അമ്പലത്തിൽ പോകുമ്പോൾ തന്നെ ബോധമുണ്ടാവണം, അമ്പലം എന്ന് പറയുന്നത് പറയുമോ ക്ഷേത്രമാണ്. 5 പഞ്ചഭൂതങ്ങളാൽ കൂട്ടിച്ചേർത്ത ശരീരം. ക്ഷേത്രം എന്നുള്ളതിന് അർത്ഥം കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. അതിൻ്റെ ശരിക്കുള്ള അർത്ഥം ആക്ടിവിറ്റികൾ നടക്കുന്നത്. ക്ഷേത്രം പല ആക്ടിവിറ്റികൾ, പ്രവൃത്തികൾ നടക്കുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ ശരീരം കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കാം? ക്ഷേത്രം. പല അർത്ഥങ്ങൾ. ഈ സംസ്കൃതത്തിനൊരു പ്രത്യേകത വെച്ചാൽ ഒരു വേർഡിന് തന്നെ അനവധി അർത്ഥങ്ങളുണ്ട്, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഏതർത്ഥം എടുത്ത് ചിന്തിച്ചാലും അത് കറക്റ്റാണ്. ക്ഷാത്രം ചെയ്തത്, ക്ഷാത്രം എന്നുള്ളതിന് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ക്ഷേത്രം എന്നുള്ളതിന് മറ്റൊരർത്ഥം ക്ഷതം സംഭവിക്കുന്നത്. ഈ ശരീരത്തിന് ക്ഷതം സംഭവിക്കുമോ? ക്ഷതം സംഭവിക്കുമോ? മാറ്റങ്ങൾ സംഭവിക്കുമോ? ഉണ്ട്. അതുപോലെ ക്ഷേത്രം എന്നുള്ളതിന് ആക്ടിവിറ്റി, കലാക്ഷേത്രം, കർമ്മക്ഷേത്രം, പലവിധ ആക്ടിവിറ്റി നടക്കുന്നത്. ഈ ശരീരത്തിൽ പലവിധ ആക്ടിവിറ്റികളില്ലേ? ഹാർട്ട് വർക്ക് ചെയ്യണോ, ലങ്സ് വർക്ക് ചെയ്യണോ, കിഡ്നി വർക്ക് ചെയ്യണോ, ഓരോ ആക്ടിവിറ്റി നടക്കും. ഇങ്ങനെ ഏത് അർത്ഥം എടുത്തു നോക്കിയാലും ഈ പേര് വളരെയധികം യോജിക്കും. ഇപ്പം അമ്പലം എന്നുള്ളതിന് അർത്ഥം എന്തെടുക്കണം? പറയൂ. ശരീരം. എന്നാൽ ക്ഷേത്രം മാത്രമാണോ? ക്ഷേത്രജ്ഞൻ എന്ന് പറയാണ്. ഭഗവാൻ പറയുന്നു ക്ഷേത്രം മാത്രമല്ല ഉള്ളത്, ക്ഷേത്രജ്ഞൻ. ഇവിടെ ക്ഷേത്രജ്ഞൻ എന്നുള്ളതിന് ഭഗവാൻ പരമാത്മാ എന്നുള്ള അർത്ഥത്തിൽ, മനസ്സിൻ്റെ പിന്നിലുള്ള അനന്തബോധശക്തി. എന്നിട്ട് ഭഗവാൻ പറയുന്നു ഞാൻ ആരാണ്? അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യവിധീയതേ ഏതദ്യോ വേത്തിതം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദ ക്ഷേത്രജ്ഞം മാം വിദ്ധി. മാം, എന്നെ, ഭഗവാനെ, ഈശ്വരനെ നിങ്ങൾ ആരായി അറിയണം? ക്ഷേത്രജ്ഞം വിദ്ധി. ആരായിട്ടറിയണം? പറയൂ. ക്ഷേത്രജ്ഞനായിട്ടറിയണം. സർവക്ഷേത്രേഷു ഭാരത. ആ ക്ഷേത്രജ്ഞൻ എല്ലാ ക്ഷേത്രങ്ങളിലുമുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും ഇരിക്കുന്നത് ഒരേ ക്ഷേത്രജ്ഞനിലാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരിക്കലും ഈശ്വരനെ നിങ്ങളുടെ കൺമുമ്പിലുള്ള ഒരു രൂപമായി കാണാൻ സാധ്യമല്ല. നിങ്ങൾ കാണുന്നു എങ്കിൽ നിങ്ങൾക്ക് ഈശ്വരനെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ മാംസചക്ഷുഷു കൊണ്ട് കാണുന്നു. ഏതുകൊണ്ട് കാണുന്നില്ല? ജ്ഞാനചക്ഷുഷു കൊണ്ട് കാണുന്നില്ല. വീണ്ടും നമുക്ക് നോക്കാം. ഭഗവാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 15-ാം അധ്യായത്തിൽ 15-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയും സർവസ്യ ചാഹം കൃതി സന്നിവിഷ്ട മത്തസ്മൃതി ജ്ഞാനമപോഹനം ച വേദൈസ സർവൈ അഹമേവ വേദ്യാം വേദാന്തകൃദ്വേദവിദേവ ചാഹം സർവസ്യ ഹൃദി അഹം സന്നിവിഷ്ട. ഞാനൊരു വിഗ്രഹത്തിൽ ഇരിക്കുന്നു എന്നല്ല പറഞ്ഞത്,
സർവസ്യ ഹൃദി സന്നിവിഷ്ട. ഇവിടെ ഹൃദി എന്നുള്ളതിന് അർത്ഥം എല്ലാ മനസ്സുകളും. ഹൃദി എന്നുള്ളതിന് ഹൃദയം എന്നുള്ളതിന് മനസ്സ് എന്നർത്ഥം. എല്ലാ മനസ്സുകളും ഇരിക്കുന്നത് എന്നിലിരിക്കുന്നു എന്നാണ്. ഇപ്പം നമ്മളുണ്ടല്ലോ, ഈ ഭക്തിയിൽ ഒരു വലിയൊരു മാറ്റം വരുത്തണം. നമ്മൾ ഇത്രയും കാലം കൊണ്ടു നടന്ന ഭക്തി അന്യഭക്തിയാണ്. ഇനി നമ്മളതിനെ ഏതാക്കി മാറ്റണം? പറയൂ. അനന്യഭക്തി. ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ഭഗവാൻ കൃഷ്ണൻ ആവർത്തിച്ച വാക്കാണ് അനന്യഭക്തി. നമുക്കതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം ഉറപ്പിക്കൂ നിങ്ങൾ, സർവസ്യ ഹൃദി സന്നിവിഷ്ട. അപ്പോൾ തീർച്ചയായിട്ടും പുറമേ അല്ല, എല്ലാ മനസ്സുകളും ഏതൊരു പരമാത്മാവിൽ സ്ഥിതി ചെയ്യുന്നോ ആ രീതിയിൽ വേണം എന്നെ മനസ്സിലാക്കാൻ. ഇനി വീണ്ടും മറ്റൊരു ശ്ലോകം എടുത്ത് നോക്കാം. അനവധി ശ്ലോകങ്ങളുണ്ട്. ഏത് ശ്ലോകം എടുത്താലാണ് നിങ്ങൾക്ക് മനസ്സ് തൃപ്തിയാവാന്ന് എനിക്കറിയില്ല. ഏതായാലും 61ാമത് ശ്ലോകം 18ാം അധ്യായത്തിൽ, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാണി മായയാ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ തിഷ്ഠതി. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ എഴുതി വെക്കണേ. ഈ ശ്ലോകമൊക്കെ നല്ല വരികളാണിത്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ തിഷ്ഠതി. അർജുന തിഷ്ഠതി. അർജുനനെ എടുത്ത് കളഞ്ഞോളൂ നിങ്ങൾ. നമുക്കൊക്കെ ഉള്ള നിർദ്ദേശമാണത്. എന്താണത്? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ തിഷ്ഠതി. ഈശ്വരൻ എല്ലാവരുടെയും ഉള്ളിൽ തന്നെ നിറഞ്ഞിരിക്കുന്നു. അപ്പം നമുക്ക് ഈശ്വരൻ ഒരു പുറമേ നിൽക്കുന്ന വ്യക്തിയാണോ? ഇതൊക്കെ നമ്മളെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട വരികളാണ്. അപ്പം അങ്ങനെ നമ്മൾ പരിശീലിച്ചെടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പം? നോക്കൂ, മറ്റു മതങ്ങൾക്കൊക്കെ പറ്റിയൊരു വീഴ്ച എന്താണെന്ന് വെച്ചാൽ, ശ്രദ്ധിക്കട്ടോ ഞാൻ പറയണത്, നമ്മുടെ മനസ്സ് ദുർബലമായി പോയതിന് കാരണം, മനസ്സെങ്ങനെയാണ് ദുർബലമായത് എന്നാണ് ഋഷിമാരെ പറഞ്ഞു തരുന്നത്. മനസ്സ് ദുർബലമായത് പോയതിന് കാരണം, നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് ദുർബലമാകുന്ന അല്ലെങ്കിൽ നശിപ്പിക്കാൻ സാധിക്കുന്ന കൈവിട്ടു പോകുന്ന ശരീരങ്ങളെയും ബന്ധങ്ങളെയും വസ്തുക്കളെയുമാണ്. എല്ലാ മനസ്സും സെക്യൂരിറ്റി കണ്ടെത്താൻ ശ്രമിക്കുന്നത്, എല്ലാ മനസ്സും ശക്തി കണ്ടെത്താൻ ശ്രമിക്കുന്നത്, ധൈര്യം കണ്ടെത്താൻ ശ്രമിക്കുന്നത്, if my health is okay, I am strong. If my relationship are okay, I am so strong. If my environment is okay, I am so strong. ഈ പൊട്ടത്തരാണ് ഇന്നത്തെ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? Even if your health is not okay, if you are mentally strong, nothing can stop you. എത്രയോ മഹാന്മാർ നിങ്ങൾ കേട്ട രാമകൃഷ്ണ പരമഹംസർ ആണോ? അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു. രമണ മഹർഷിയെ പോലുള്ള മഹാന്മാർ, എന്തിനേറെ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ മാനസികമായി തളർന്നിട്ടില്ല എന്നല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്, ആണോ? അപ്പോൾ നമ്മൾ ഹെൽത്ത് ഈസ് ഓക്കെ എന്നാണ് പഠിപ്പിക്കുന്നത്. ഹെൽത്തിലല്ല മനസ്സിൻ്റെ സ്ട്രെങ്ത് ഇരിക്കുന്നത്, ബന്ധങ്ങളിലല്ല മനസ്സിൻ്റെ സ്ട്രെങ്ത് ഇരിക്കുന്നത്, വസ്തുക്കളിലല്ല മനസ്സിൻ്റെ സ്ട്രെങ്ത് ഇരിക്കുന്നത്. ശ്രദ്ധിക്കൂ നിങ്ങൾ. എന്തുകൊണ്ട്? കോൺഷ്യസ് എനർജി കനോട്ട് ഫൈൻഡ് സ്ട്രെങ്ത് ഇൻ ദ കോസ്മിക് വേൾഡ്. ഇത് സയൻറ്റിഫിക് ആണത്. ഒരു എനർജി വേറൊരു എനർജിയിൽ നിന്ന് അതിന് സ്ട്രെങ്ത് കണ്ടെത്താൻ സാധ്യമല്ല. അതൊരു തോന്നൽ മാത്രമാണ്. നിങ്ങൾ എത്ര കാലം ധ്യാനം പരിശീലിക്കാതിരിക്കുന്നു അത്ര കാലം ഉള്ളിൽ നിങ്ങൾക്ക് ഭയവും ഏറ്റിക്കൊണ്ട് നടക്കും. ഈ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാം, ബന്ധങ്ങളും നമുക്ക് നഷ്ടപ്പെടാം. നമുക്കറിയാം ആരാരുടെ കൂടെ എപ്പോൾ എത്ര കാലം ഉണ്ടാവും, ആർക്കും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഉണ്ടോ ഇല്ലയോ? അതുപോലെ തന്നെ നമ്മുടെ പണം എത്ര കാലം നമ്മുടെ കയ്യിലിരിക്കാം നമുക്ക് അറിയില്ല. കള്ളന്മാർ ഇന്നിപ്പോൾ വീടുകളിലൊക്കെ കയറുന്നത് നോക്കുമ്പോൾ എൻ്റെ ഈശ്വര, ആലുവയിലാ തോന്നുന്നു. രാവിലെ തന്നെ ഭർത്താവ് എണീറ്റ് വന്നു. ഗൾഫിലായിരുന്നു കുറേ കാലം, ഒരുപാട് സമ്പാദിച്ചു, വലിയ കൊട്ടാരം പോലെ മാളിക വീടൊക്കെ പണിതിട്ടുണ്ട്. രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട് ചോദിക്കുന്നത്,
ഭാര്യയെ വിളിച്ചിട്ട് ഉറക്കെ വിളിച്ച് ചോദിച്ചിട്ട് പറയുന്നുണ്ട്, എടീ നീ വേഗം എണീറ്റ് വാ മുകളിൽ നിന്നേ. ഭാര്യ എണീറ്റ് വന്നിട്ട് ചോദിച്ചു, എടീ തങ്കം, നമുക്കൊരു ഫ്രണ്ട് ഡോർ ഉണ്ടായിരുന്നില്ലേ? എന്ത് പറ്റി ചേട്ടാന്ന്? ഫ്രണ്ട് ഡോറ് കട്ട് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു. ഡോറ് കൊത്തി പൊളിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ഗ്യാസ് കട്ടർ വെച്ചിട്ട് ഇവരുടെ വീടിൻ്റെ ഡോറേ എടുത്ത് കൊണ്ടുപോയിരിക്കുന്നു. 2-3 ലക്ഷം വിലയുള്ള ഡോറാണ്. നോക്കൂ നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ പൂട്ടും എല്ലാമായിട്ട് നടക്കണു. ഇന്ന് കള്ളന്മാർക്ക് എന്തൊക്കെ എവിടെ എടുത്ത് കൊണ്ടുപോകണോ അത്ര ഉപകരണങ്ങൾ, ഗ്യാസ് കട്ടറുകളും. നിങ്ങൾ വിചാരിക്കണ്ടോ ഇതൊന്നുമില്ല? എന്തോ നിങ്ങളൊക്കെ ഭാഗവതം പഠിക്കുന്നതുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലാതെ പോകുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളെ തന്നെ പൊക്കിക്കൊണ്ടുപോകാനുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. നോക്കൂ നിങ്ങൾ, തമാശയല്ല. അപ്പം അതുകൊണ്ട് നാം സുരക്ഷിതരെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്തുള്ള സുരക്ഷിതത്വം പോലെയാണ്. ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്തുള്ള ചിന്തിക്കുന്ന സുരക്ഷിതത്വം പോലെയാണ്. ഒരു പ്ലെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്തുള്ള സുരക്ഷിതത്വം പോലെയാണ്. ഒരു മുത്തശ്ശിയമ്മ ആദ്യമായിട്ട് പ്ലെയിനിൽ കയറി. പൈലറ്റിനോട് പറഞ്ഞു, കുട്ടി എന്നെ മുകളിലൊന്നും നിർത്തരുതേ. ഉടനെ പൈലറ്റ് പറഞ്ഞു, മുത്തശ്ശിയമ്മ വിഷമിക്കണ്ട, എന്ത് സംഭവിച്ചാലും താഴേക്ക് തന്നെ വരുള്ളൂ എന്ന്. തീർച്ചയല്ലേ? മുകളിലൊന്നും ഞാൻ ഇതുവരെ ആരെയും നിർത്തിയിട്ടില്ല. ഒരാൾ ഡോക്ടറെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഭയങ്കര ന്യൂമോണിയ. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഡോക്ടറുടെ അടുത്ത് നിമോണിയ പേഷ്യൻ്റ് എത്തിയപ്പം ടൈഫോയിഡായിട്ട് മരിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണോ ഡോക്ടറെ? ഡോക്ടർ പറഞ്ഞു, എൻ്റെ അടുത്ത് നിമോണിയ ആയിട്ടൊരു പേഷ്യൻ്റ് എത്തിയാൽ അയാളെ നിമോണിയ ആയിട്ട് തന്നെ മരിക്കുള്ളൂ, അയാളെ ടൈഫോയിഡായിട്ട് മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിലൊക്കെ സുരക്ഷിതത്വം നേടുന്നോ അതിൻ്റെ ഒന്നും നിയന്ത്രണം നിങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെൻ്റലി പെട്ടെന്ന് തകർന്നു പോകുന്നത്. കാരണം നിങ്ങൾ പിടിപിടുത്തം കാലം ഏർപ്പെടുത്തുമ്പോൾ അതിനെ സഹിക്കാനുള്ള, താങ്ങാനുള്ള കരുത്ത് നമുക്ക് ഇല്ലാതെ പോകും. അപ്പം നിങ്ങൾ അനീശയാ ശോചതി മുഖ്യമാനം. പ്രഹ്ലാദൻ ഭംഗിയായിട്ട് പറയും, യസ്മാൽ പ്രിയാ പ്രിയ വിയോഗ സയോഗ ജന്മ. പ്രഹ്ലാദ സ്തുതി 7th canto 7ാം സ്കന്ധത്തിൽ 9ാമത്തെ അധ്യായത്തിൽ, എനിക്ക് തോന്നുന്നു ഞാൻ 12ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. 11 12 9. യസ്മാൽ പ്രിയാ പ്രിയ വിയോഗ സയോഗ ജന്മ ശോകാഗ്നിനാ സകലയോനിഷു ദഹ്യമാന ദുഃഖൗഷധം തദപി ദുഃഖമദദ്യാഹം ഭൂമൻ ഭ്രമാമി വദമേ തവ ദാസ്യയോഗം. ആളുകൾ പ്രിയാ പ്രിയ വിയോഗ സയോഗ ജന്മ ശോകാഗ്നിന. മനസ്സിലാവില്ല ഇതൊക്കെ? പലരെയും പ്രിയരായി കണ്ട് അതിൽ തന്നെ മുറുകെ മനസ്സിനെ പിടിച്ച് പെട്ടെന്ന് ദേഹവിയോഗം സംഭവിക്കുമ്പോൾ ശോകാഗ്നിന സകലയോനിഷു ദഹ്യമാനം. എത്ര ആളുകൾ ഇതൊക്കെ കേൾക്കുന്നത് എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ, ചില ധാരണകൾ നമ്മൾ മാറ്റണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സും ശരീരവും പറയൂ രണ്ടാണെങ്കിൽ മനസ്സിന് ഒരു ശരീരത്തിലും സുരക്ഷിതത്വം കണ്ടെത്താൻ സാധ്യമല്ല. അപ്പം നമ്മൾ ഈ മനസ്സിനെ നമ്മൾ സുരക്ഷിതമാക്കാൻ എന്താ വഴി? ഇതിന് ശക്തി തരാൻ എന്താ വഴി? ഭാഗവതത്തിൽ രസകരമായ ശ്ലോകങ്ങളുണ്ട്. 5ാമത്തെ സ്കന്ധത്തിൽ, അവിടെ 18ാമത്തെ അധ്യായത്തിലാണ് തോന്നുന്നു, ഒരു രസകരമായൊരു ശ്ലോകം പറയും. സ്ത്രീകൾ വ്രതെടുക്കുന്നു. കഴിഞ്ഞ മാസം തിരുവാതിരയിൽ, പൊതുവെ തിരുവാതിരയുടെ അന്ന് സ്ത്രീകളൊക്കെ വ്രതെടുക്കും. എന്തിനാണെന്നറിയോ? നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ടാണത്രേ. ഈ നല്ലൊരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ആരാന്നുള്ളത്. ഇന്ന് നല്ലൊരു ഭർത്താവിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. വീട്ടിൽ മിണ്ടാതിരിക്കുന്ന ഒരാളെ ഭർത്താവിനെ നല്ലൊരു ഭർത്താവ് എന്ന് പറയാൻ പറ്റുമോ? അത് ബുദ്ധിമുട്ടാണ്. നല്ലവനായാലും കുഴപ്പമാണ്. ഈ വിമൻസ് ക്ലബിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടോ? എനിക്കറിയില്ല ഇവിടെ പാലക്കാട് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ. ഈ വിമൻസ് ക്ലബിലൊക്കെ പോയാലുണ്ടല്ലോ, മുഴുവൻ ഗോസിപ്പ് ഇതാണ്. സ്ത്രീകൾ മുഴുവൻ ഭർത്താവിൻ്റെ കുറ്റം പറയും, മക്കളുടെ കുറ്റം പറയും. ആണുങ്ങൾ മുഴുവൻ പെണ്ണുങ്ങളുടെ കുറ്റം പറയും. പരസ്പരം പാരയെന്താ?
അതാണല്ലോ അവിടുത്തെ സ്വഭാവം. അപ്പോൾ ഒരു സ്ത്രീ പറയാണ് വേറെ സ്ത്രീയോട്, കണ്ടില്ലേ ആ ഭാർഗവി 24 മണിക്കൂറും ഭർത്താവിൻ്റെ കുറ്റമല്ലാതെ പറയില്ല. ആ മനുഷ്യൻ്റെ ഒരു നല്ല കാര്യം പറയണത് ഞാനിതുവരെ കേട്ടില്ല. എത്രയായാലും അവളെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നതല്ലേ, ഇത്ര കാലം അവളെ തീറ്റിപ്പോറ്റിയില്ലേ, അവളൊരു ജോലിക്ക് ഞാൻ പോകുന്നത് കണ്ടില്ല, ഇത്രയൊക്കെ വണ്ണം വെച്ചില്ലേ, എന്തായാലും അയാളുടെ കാശെടുത്തിട്ടില്ലേ അവൾ കഴിച്ചിട്ടുണ്ടാവുക. ആ നല്ലൊരു വാക്ക് ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞോടെ. ഇതുവരെ നല്ലൊരു വാക്ക് ഞാൻ പറയണിട്ടില്ല. എൻ്റെ വീട്ടിലുണ്ട് ഒരു മനുഷ്യൻ, യൂസ്ലെസ് ആയിട്ട് കൊള്ളരുതാത്തവൻ, ഞാൻ വല്ല കുറ്റവും പറയാറുണ്ടോ എന്ന്. ഇത് പറഞ്ഞിട്ടാ പറയണത്. മനസ്സിലായില്ലേ? ഇതാണ് ലോകം. നിങ്ങൾ വിചാരിക്കുന്ന വീട്ടിലെത്തുമ്പോൾ ഹായ് ഹൂ ഹൂ എന്നും പറഞ്ഞ് നടക്കുമ്പോൾ മനുഷ്യൻ ഇങ്ങനെയൊക്കെയുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. തിരിഞ്ഞു കഴിഞ്ഞാൽ കുറ്റവും പറയും, കണ്ടു കഴിഞ്ഞാൽ ലോക്യവും പറയും, അല്ലേ? കണ്ടു കഴിഞ്ഞാൽ എന്താ ലോക്യം, തിരിഞ്ഞു കേട്ട മനുഷ്യൻ. ഇതാണ് ലോകം. അപ്പം അതുകൊണ്ട് ഇവിടെ പറയും സ്ത്രീകൾ വ്രതം നോക്കണോ. എന്തിനു വേണ്ടിയിട്ടാണ് സ്ത്രീകൾ? 18ാമത്തെ അധ്യായത്തിൽ വരുന്ന ശ്ലോകമാണത്. 19ാമത്തെ ശ്ലോകം. സ്ത്രീയോ വൃതസ്ത്വാ ഹൃഷികേശരം സ്വതോം യാരാത്യലോകേ പതിമാശധന്യം താസം നദേ വൈപരിമാന്ദ്യവത്യം പ്രിയം ധനായുംഷി യഥോ സ്വതന്ത്ര സവൈ പതിസ്യാൽ അകുതോപയസ്വയം സമന്തദപ്പാതിഭയാതുരം ജനം സ ഏകൈ ഏവേതരതോമിതോഭയം നൈവാത്മലാഭാൽ അതിമന്യതേ പരം. ഈ ശ്ലോകങ്ങളൊക്കെ അർത്ഥമറിയുക രസമാണ്. സ്ത്രീകൾ വ്രതം നോക്കണം. വ്രതേ എന്തിനാണ്? പതിം ആശതേ. ഒരു പതി പറഞ്ഞാൽ ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ട്? പരിപാന്തി പറഞ്ഞാൽ മാന്തി. അയാൾ എന്നെ സംരക്ഷിക്കുന്നു വിചാരിച്ചിട്ട്, എൻ്റെ ജീവിതം അയാൾ സംരക്ഷിക്കുന്നു വിചാരിച്ചിട്ടാണ് അത്രയും സ്ത്രീകൾ ഒരു പതിയെ എന്താണ് ആശാസ്യതയെ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ഭഗവാനെ ഭജിക്കുന്നു എന്നാ പറയും. സ്ത്രീകൾ വിഡ്ഢികൾ അറിയുന്നില്ല ആ മനുഷ്യൻ അയാളെ തന്നെ രക്ഷിക്കാനുള്ള സ്വന്തം പ്രാണനെ പോലും പിടിച്ചു നിർത്താൻ കഴിയില്ലാത്ത ഒരാളെങ്ങനെ വേറൊരാളെ രക്ഷിക്കുക? അതുകൊണ്ട് യഥാർത്ഥ പതിയെ പിടിക്കൂ പറയാൻ. ആരാണത്? ആത്മലാഭാദതി ലാഭം നമന്യതേ. ആരാണത്? ആത്മലാഭം. ഇത് എത്ര അച്ഛന്മാരെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കെട്ടിച്ചു വിടുക തന്നെയല്ലേ ചെയ്യുന്നത്? എത്രയൊക്കെ കെട്ടിച്ചു വിട്ടാലും ഒരാൾക്കും ഒരാളെയും സംരക്ഷിക്കാൻ പറ്റില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് കൂട്ടുകുടുംബാണ്, വീട്ടിലെത്തി ഭാര്യയും ഭർത്താവും ഇങ്ങനെ അവരുടെ മുറിയിലിരുന്ന് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പതുക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പതുക്കെ പറഞ്ഞാൽ മതി, കേൾക്കണ്ട ആരൊന്നും. കൂട്ടുകുടുംബാകുമ്പോൾ അങ്ങനെയാണല്ലോ, പതുക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. മറ്റുള്ളവരെയാണ് പേടിക്കുന്നത്. ഈ പറയുന്നത് പലതും അവർ കേട്ടാൽ കുടുംബകലഹം, ഇനി പ്രശ്നം ഉണ്ടാവണ്ട വെച്ചിട്ട്. അമ്മായിയമ്മയുടെ കുറ്റാ പറയുന്നത്, വേറെ കാര്യം. ഇതൊക്കെ പറയുന്നതിനിടയിൽ എന്തുണ്ടായി? ശങ്കരാചാര്യസ്വാമികൾ പറയുന്നു, യാവത് പവനോ നിവസതി ദേഹേ താവത് പൃച്ഛതി കുശലം ഗേഹേ ഗതവതി വായോ ദേഹാപായേ ഭാര്യാഭിഭ്യതി തസ്മിൻ കായേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം. അതായത് വർത്തമാനം പറയുന്നതിനിടയിൽ ഭർത്താവിൻ്റെ ഗതവതി വായു, കാറ്റുപോയി. വർത്തമാനം പറയുന്നതിന് ദേഹാപായേ, ദേഹം പായേലായി. ഭാര്യ അഭിഭ്യതി തസ്മിൻ കായേ. അതുവരെ രഹസ്യം പറഞ്ഞുകൊണ്ടിരുന്ന് ഏതൊരു ഭർത്താവിൻ്റെ സാന്നിധ്യത്തിലാണോ സുരക്ഷിതത്വം തോന്നിയത്, ഇപ്പോൾ അതേ ഭർത്താവ് ഭയം എന്തായി മാറി? അവിടെ ഇരിക്കാൻ തോന്നുമോ ഇനി? ഇപ്പം ഭർത്താവ് പ്രേതമായി പിടിക്കുമോ എന്നുള്ള പേടിയാണ് എന്നെ. ഒരു നിമിഷം കൊണ്ട് ഭർത്താവ് പ്രേതമായി മാറി. ഇതുവരെ സുരക്ഷിതത്വം എന്ന് തോന്നിയത് ഭയത്തിന് കാരണമായി തീർന്നത്. ശരിയാണോ? ഇതാണ് സത്യം. അതുകൊണ്ട് ജീവിതത്തിൽ ഈ സത്യം മനസ്സിലാക്കൂ. മനസ്സിനൊരിക്കലും ശരീരത്തിൽ നിന്നോ മറ്റൊരു ശരീരത്തിൽ നിന്നോ സുരക്ഷിതത്വം കണ്ടെത്താൻ സാധ്യമല്ല. കോൺഷ്യസ് എനർജി
can never go with the cosmic energy. ഇത് രണ്ടാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ശരീരത്തെ സുരക്ഷിതമാക്കിയാൽ